തുടങ്ങാം ടീച്ചറെ. ഓക്കെ സാറേ, തുടങ്ങാം. ഓക്കെ, നമ്മുടെ ടൈം ഒന്ന് നോക്കിയാലോ ടീച്ചറെ. 10:21. ആ ശരി. ഓക്കെ, ഗുഡ് മോർണിംഗ് എവരിബഡി. നിങ്ങളുടെ പരീക്ഷ നാളെയാണ്. ആദ്യമേ തന്നെ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കുക. നമ്മൾ ഇതുവരെ ചോദിച്ചിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തതിനകത്തിൽ നിന്ന് അതിൽ നിന്ന് മിക്കപ്പോഴും ചോദിച്ചിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നു, അതുമായി ബന്ധപ്പെട്ട ആശയങ്ങളും. ഓക്കെ, അപ്പം ആദ്യമേ ഞാൻ രോഗങ്ങൾ എന്ന് പറയുന്ന പോർഷനാണ് എടുക്കുന്നത്. അതിനകത്തില് ഇതുവരെ പല ആ രോഗങ്ങളെ പറ്റി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പോലും നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പൊ അത് ഒരു 3-4 തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആദ്യമേ ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം. നോക്കിക്കേ, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുകയാണ്: താഴെ കൊടുത്തിരിക്കുന്നവയിൽ പകരുന്ന രോഗങ്ങൾ ഏതെല്ലാം? 1 ക്യാൻസർ, 2 ഇൻഫ്ലുവൻസ, 3 അലർജി, 4 വസൂരി. അപ്പൊ 4 ഓപ്ഷൻ തന്നിട്ട് അതിനകത്ത് നിന്ന് പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം ക്യാൻസർ പകരില്ല. എന്തോ സ്ക്രീൻ ഉണ്ടോ? ഇല്ലില്ല, സ്ക്രീൻ ഇല്ല. സ്ക്രീൻ ഷെയർ ചെയ്യണോ? സ്ക്രീൻഷോട്ട് എടുക്കായിരുന്നു അപ്പൊ ഓരോ ചോദ്യത്തിന്റെ. എനിക്കത് പറ്റുന്നില്ല കേട്ടോ. അപ്പൊ നിങ്ങൾ ഇത് ശ്രദ്ധിച്ചോളൂ. താഴെ പകരുന്ന രോഗങ്ങൾ: ക്യാൻസർ പകരില്ല, ഇൻഫ്ലുവൻസ പകരും, അലർജി പകരില്ല, വസൂരി പകരും. അപ്പം അതിനകത്തിൽ നമുക്ക് ക്യാൻസറും അലർജിയുമാണ് പകരാത്ത രോഗങ്ങൾ. അപ്പൊ അതിനകത്തിൽ ഓപ്ഷൻ തന്നിരിക്കുന്നതിൽ 1, അതുപോലെ പകരുന്ന രോഗങ്ങൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2ഉം 4ഉമാണ് പകരുന്ന രോഗങ്ങൾ. അതുപോലെ വേറൊരു കൂട്ടം ചോദ്യം ഇങ്ങനെ വരുന്നു. നിങ്ങൾ ചോദ്യങ്ങൾ മാത്രം മനസ്സിലാക്കുക. താഴെ പറയുന്നവയിൽ വൈറസ് മഹാമാരിയുടെ കൂട്ടം. താഴെ പറയുന്നവയിൽ വൈറസ് മഹാമാരിയുടെ കൂട്ടം. അപ്പൊ വൈറസ് എന്താ പറയുന്നത് കാരണമാണ്. വൈറസ് കോസറ്റീവ് ആയിട്ടുള്ള രോഗങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഓപ്ഷൻ എ പറയുന്നത്. കോളറ, എലിപ്പനി, നിപ്പ. ഇതെല്ലാം വൈറസ് ആണോ പരത്തുന്നത്? കോളറ ബാക്ടീരിയ ആണ്. കണ്ടോ? അപ്പൊ അങ്ങനെ നമ്മൾ അതിനകത്ത് നിന്ന് റൂൾ ഔട്ട് ചെയ്യാനുള്ളത് നമുക്ക് അറിയാൻ പറ്റണം. പക്ഷെ എലിപ്പനിയും നിപ്പയും ഉണ്ടല്ലേ. അടുത്തത് ചിക്കൻ ഗുനിയ, പ്ലേഗ്, COVID-19. അതിനകത്തൊരു പ്ലേഗ് ഇല്ല, വൈറസ് അല്ല പരത്തുന്നത്. 3-മത്തെ നോക്കിക്കേ, നിപ്പ, COVID-19, പക്ഷിപ്പനി. വൈറസ് ആണ്. ഇത് 3ഉം വൈറസ് ആണ് പരത്തുന്നത്. അപ്പൊ അങ്ങനെ അടുത്തൊരെണ്ണം നോക്കിക്കേ. താഴെ പറയുന്നവയിൽ ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗങ്ങളുടെ ജോഡി ഏത്? 2 രോഗങ്ങൾ വീതം തന്നിരിക്കുകയാണ്. 1 ടെറ്റനസ്, മംസ്. വൈറസ് ആണോ ബാക്ടീരിയ ആണോ? ഓക്കെ. 2 ഹെർപ്പിസ്, ഇൻഫ്ലുവൻസ. ഓപ്ഷൻ ബി എന്ന് പറയുന്ന ഹെർപ്പിസും ഇൻഫ്ലുവൻസയുമാണ്. 3-മത്തേത് കോളറ, ടെറ്റനസ്. 4-മത്തേത് ടൈഫോയിഡ്, വസൂരി. ഇതിനകത്ത് 2 എണ്ണവും ബാക്ടീരിയ പരത്തുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? പരത്തുന്ന അല്ല, വരുത്തുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? കോളറ, ടെറ്റനസ്. അതെ, കോളറ, ടെറ്റനസ്. അടുത്തത് വീണ്ടും വൈറസ് രോഗങ്ങളുടെ ഗ്രൂപ്പ് തിരഞ്ഞെടുക്കുക. കോളറ, ടൈഫോയിഡ്, ചിക്കൻ പോക്സ് 1-മത്തെ ഓപ്ഷൻ. 2 വസൂരി, ചിക്കൻ പോക്സ്, ജലദോഷം. 3 മലമ്പനി, എലിപ്പനി, ഡെങ്കിപ്പനി. അടുത്തത് കോളറ, എലിപ്പനി, ജലദോഷം. അതിനകത്ത് വസൂരി, ചിക്കൻ പോക്സ്, ജലദോഷം. ഇതാണ് വൈറസ് രോഗങ്ങൾ. പിന്നെ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്: ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, മലേറിയ എന്നിവയുടെ ഗണത്തിൽ ന്യൂമോണിയ ഉൾപ്പെടാത്തതിനുള്ള കാരണം? ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, മറ്റുള്ളവയെല്ലാം കൊതുക് പരത്തുന്ന. അതെ, ന്യൂമോണിയ. ബാക്കിയെല്ലാം കൊതുക് പരത്തുന്ന രോഗങ്ങളാണ്. ന്യൂമോണിയ കൊതുക് പരത്തില്ല. അടുത്തത് വേറൊരു ക്വസ്റ്റ്യൻ ആണ്: മലമ്പനി രോഗത്തിന് കാരണമായ സൂക്ഷ്മജീവി വിഭാഗം? ബാക്ടീരിയ, ഫംഗസ്, വൈറസ്, പ്രോട്ടോസോവ. അങ്ങനെയായിരുന്നു ഓപ്ഷൻസ്. ഏതാണ്? പ്രോട്ടോസോവയാണ്.
വേഗം രോഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് പറയാം. രോഗങ്ങളെ നമ്മൾ എങ്ങനെയാണ് പകരുന്നതെന്ന് പറഞ്ഞു പഠിച്ചിട്ടുണ്ട്. വായുവിലൂടെ പകരുന്നവ, ജലത്തിലൂടെ പകരുന്നവ, രക്തത്തിലൂടെ പകരുന്നവ, ലൈംഗിക സമ്പർക്കത്തിലൂടെ പകരുന്നവ. അങ്ങനെ 4 തരത്തില്. അതുപോലെ തന്നെ ഷഡ്പദങ്ങൾ പരത്തുന്നവ. 5 തരത്തിലാണ് രോഗങ്ങൾ പകരുന്നത്, ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നത്. പിന്നെ അടുത്തത് പറയുന്നത് രോഗങ്ങൾ, ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗങ്ങളുണ്ട്, അതുപോലെ വൈറസ് മൂലമുണ്ടാകുന്ന രോഗങ്ങൾ, പ്രോട്ടോസോവ കാരണമാകുന്ന രോഗങ്ങൾ, അതുപോലെ ഫംഗൽ ഇൻഫെക്ഷൻസ്. ഇത്രയുമാണ് രോഗങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. അതിനകത്തില് ഞാൻ വേഗം ഒന്ന് പറയാം. വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ് ക്ഷയം, വസൂരി, ചിക്കൻ പോക്സ്, മീസിൽസ്, ആന്ത്രാക്സ്, ഇൻഫ്ലുവൻസ, സാർസ്, ജലദോഷം, മുണ്ടിനീര്, ഡിഫ്തീരിയ, വില്ലൻ ചുമ. അത്രയും കാര്യം. ഡിഫ്തീരിയ എന്ന് പറയുന്നത് പിന്നെ തൊണ്ടമുള്ള എന്ന് ചിലപ്പോൾ മലയാളത്തിൽ ചോദിക്കുമ്പോൾ തൊണ്ടമുള്ള എന്ന് പറയുന്ന ഡിഫ്തീരിയാണ്. വില്ലൻ ചുമയ്ക്കാണ് വൂപ്പിംഗ് കഫ് എന്ന് പറയുന്നത്. മുണ്ടിനീരിന് മംസ് എന്ന് പറയും. ചിലപ്പോൾ ഈ മംസ് എന്ന് തന്നെ ആയിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ജലത്തിലൂടെ പകരുന്നവയാണ് പോളിയോ, കോളറ, എലിപ്പനി. രക്തത്തിലൂടെ പകരുന്നതാണ് എയ്ഡ്സും ഹെപ്പറ്റൈറ്റിസും. ലൈംഗിക സമ്പർക്കത്തിലൂടെ പകരുന്നവയാണ് ഗൊണേറിയ, സിഫിലിസ്, എയ്ഡ്സ്. ഇനി ഷഡ്പദങ്ങൾ പരത്തുന്നത്, മന്ദ പരത്തുന്നത് ക്യൂലെക്സ് പെൺകൊതുകാണ്, ക്യൂലെക്സ് പെൺകൊതുക്. മലേറിയ പരത്തുന്നത് അനോഫിലിസ് പെൺകൊതുകാണ്. മഞ്ഞപ്പനി, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ ഇത് 3ഉം ഈഡിസ് ഈജിപ്തിയാണ്. ജപ്പാൻ ജ്വരവും കൊതുകുകളാണ് പരത്തുന്നത്. പ്ലേഗ് പരത്തുന്നത് എലിച്ചകളാണ് കേട്ടോ. പിന്നെ എന്താ പറയാ, ചോദിച്ചത് ടീച്ചറെ, ഈ വസൂരിയും ചിക്കൻ പോക്സ് രണ്ടാണോ? അല്ല ടീച്ചറെ, വസൂരി എന്ന് പറയുന്നത് സ്മോൾ പോക്സ് ആണ്. വസൂരി സ്മോൾ പോക്സ് ആണ്. പണ്ട് നമ്മൾ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, ഒരുപാട് നാളുകൾക്ക് മുമ്പ് ഈ ആളുകൾക്ക് ചിക്കൻ പോക്സ് അല്ല അധികമായിട്ട് വന്നുകൊണ്ടിരുന്നത്, വസൂരി അല്ലെങ്കിൽ സ്മോൾ പോക്സ് ആണ്. പിന്നെ ബാക്ടീരിയ മൂലം. ഓക്കെ ടീച്ചറെ, ഇപ്പൊ ഇത് രണ്ടാണല്ലേ? രണ്ടും രണ്ടാണ്. വസൂരിയും ചിക്കൻ പോക്സ്. വസൂരി സ്മോൾ പോക്സ് ആണ്, മറ്റേത് ചിക്കൻ പോക്സ് ആണ്. ഓക്കെ. അപ്പം ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ് ന്യൂമോണിയ ഉണ്ട്, ക്ഷയമുണ്ട്, കുഷ്ഠം, കോളറ, ഡിഫ്തീരിയ, എലിപ്പനി, ടൈഫോയിഡ്, അതുപോലെ വില്ലൻ ചുമ, ടെറ്റനസ്, ഗൊണേറിയ, സിഫിലിസ്, ബോട്ടുലിസം, സാൽമൊണല്ലാസിസ്, ആന്ത്രാക്സ്, പ്ലേഗ്. ഇത്രയും സാധനങ്ങൾ. ഇതിനകത്തില് നമ്മള് വാക്സിൻസ് കൊടുക്കാറുണ്ട് കുഞ്ഞുങ്ങൾക്ക് ചെറുതായിരിക്കും. അതിനകത്ത് DPT എന്ന് പറയുന്ന വാക്സിൻ എന്തിനാ കൊടുക്കുന്നതെന്ന് അറിയാമോ? അല്ല DPT ക്ഷയത്തിന് കൊടുക്കുന്നത് BCG ആണ് കേട്ടോ. ക്ഷയത്തിന് കൊടുക്കുന്ന വാക്സിൻ BCG ആണ്. ഡിഫ്തീരിയ, പെർട്ടോസിസ്, ടെറ്റനസ്. ഡിഫ്തീരിയ ആണോ മിസ്സേ? ഡിഫ്തീരിയ 3 ഡിസീസിന് കൊടുക്കുന്നതാണ്. ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ്. ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ്. ഇതിന് 3നുമാണ് പിന്നെ DPT എന്ന് പറയുന്ന വാക്സിൻ കൊടുക്കുന്നത് കേട്ടോ. DPT. പിന്നെ വൈറസ്, നമ്മുടെ ജലദോഷപ്പനി എന്ന് നമ്മൾ പറയുന്നത് വൈറൽ ഇൻഫെക്ഷൻ ആണ്. ജലദോഷം, കൊറോണ, ഇൻഫ്ലുവൻസ, വസൂരി, മുണ്ടിനീര്, 5ാം പനി, ജർമ്മൻ മീസിൽസ്, മഞ്ഞപ്പനി, ഹെപ്പറ്റൈറ്റിസ്, പോളിയോ, എയ്ഡ്സ്, പേവിഷബാധ, ചിക്കൻ ഗുനിയ, സാർസ്, അരിമ്പാറ, റൂബല്ല, മെനിഞ്ചൈറ്റിസ്, എബോള, ഡെങ്കിപ്പനി, പക്ഷിപ്പനി, പന്നിപ്പനി. ഇതെല്ലാം എന്താണ്? ചിക്കൻ ഗുനിയ, നിപ്പ, COVID-19, ഹെർപ്പിസ്. എവിടെയോ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഹെർപ്പിസ് ഒരു ഓപ്ഷനകത്ത് തന്നിട്ടുണ്ടായിരുന്നു. ഹെർപ്പിസ് വൈറൽ ഇൻഫെക്ഷൻ ആണ്. ഹെർപ്പിസ് വൈറസ് രോഗമാണ്. പിന്നെ ഫംഗൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് ചുണങ്ങുണ്ട്, അറ്റ്ലസ് ഫുട്ട് ഉണ്ട്, ആണി രോഗം, കാലിൽ വരുന്ന ആണി രോഗമുണ്ട്. പിന്നെ കാൻഡിഡിയാസിസ് എന്ന് പറയുന്നത് വട്ടച്ചൊറി. പിന്നെ പ്രോട്ടോസോവ വരുത്തുന്നതാണ് വയറുകടി, മലമ്പനി, മന്ത്. ഇത് 3മാണ് പ്രോട്ടോസോവ പരത്തുന്നത്. അപ്പൊ മുമ്പ് ചോദിച്ച ഒരു പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. താഴെ പറയുന്നവയിൽ പ്രോട്ടോസോവ ഇനത്തിൽപ്പെട്ട സൂക്ഷ്മജീവി പരത്തുന്ന രോഗം ഏതെന്ന് ചോദിച്ചു. മലമ്പനിയാണ്.
പ്രോട്ടോസോവ, മന്ത്, പിന്നെന്തായിരുന്നു? വയറുകടി, മന്ത്, മലമ്പനി, മലേറിയ, മലമ്പനി, വയറുകടി. ഇത്രയുമാണ്. കാണില്ലല്ലോ. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടില്ല ടീച്ചർ. എന്റെ ഫോണിൽ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ. ബാക്ടീരിയന്റെ ഒന്നുകൂടി പറഞ്ഞു തരുമോ? ബാക്ടീരിയ പരത്തുന്നതാണോ ടീച്ചറെ? ന്യൂമോണിയ, ക്ഷയം, കുഷ്ഠം, കോളറ, ഡിഫ്തീരിയ, എലിപ്പനി, ടൈഫോയിഡ്, വില്ലൻ ചുമ, ടെറ്റനസ്, ഗൊണേറിയ, സിഫിലിസ്, ബോട്ടുലിസം, സാൽമോണല്ലാസിസ്. അത് രണ്ടും ഭക്ഷ്യവിഷബാധയാണ് കേട്ടോ, ബോട്ടുലിസവും സാൽമോണല്ലാസിസും. ആന്ത്രാക്സ്, പ്ലേഗ്. ഓക്കെ. പ്ലേഗ് പരത്തുന്നത് എലിച്ചെള്ള കേട്ടോ. പ്ലേഗ് പരത്തുന്നത് എലിച്ചെള്ളാണ്. ബാക്ടീരിയ പരത്തുന്നത് ഒന്നുകൂടി പറയും മിസ്സേ. ന്യൂമോണിയ, ക്ഷയം, കുഷ്ഠം, കോളറ, ഡിഫ്തീരിയ, എലിപ്പനി, ടൈഫോയിഡ്, വില്ലൻ ചുമ, ടെറ്റനസ്, ഗൊണേറിയ, സിഫിലിസ്, ബോട്ടുലിസം, സാൽമോണല്ലാസിസ്, ആന്ത്രാക്സ്, പ്ലേഗ്. ടീച്ചറെ, പരത്തുന്നതല്ല, ഇതാണ് കോസറ്റീവ് ഓർഗൻ ആണ്, കാരണമാകുന്നവയാണ്. ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ്. ബാക്ടീരിയ അല്ല പരത്തുന്നത്. എങ്ങനെയാണ്? വായുവിലൂടെ, ജലത്തിലൂടെ, രക്തത്തിലൂടെ, ലൈംഗിക ബന്ധത്തിലൂടെ, ഷഡ്പദങ്ങൾ, ഇങ്ങനെയാണ് പരക്കുന്നത്. പിന്നെ കോസറ്റീവ് ഓർഗൻസ് ആണ് ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, പ്രോട്ടോസോവ. ഓക്കെ. ചുണ്ണാമ്പ്, ആണിരകം, വട്ടച്ചൊറി അതൊക്കെ എങ്ങനെ ഏതാ? ആണി ഫംഗസ് ആണ് ടീച്ചറെ. ആണിരോഗം, വട്ടച്ചൊറി, ചുണങ്ങ്, അറ്റ്ലസ് ഫൂട്ട് ഇതൊക്കെ ഫംഗൽ ഇൻഫെക്ഷൻസ് ആണ്. അതിനകത്തിൽ അരിമ്പാറ എന്ന് പറയുന്നത് വൈറലാണ്. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറയുന്ന ഒരു വൈറസ് ആണ് അരിമ്പാറയ്ക്ക് കാരണമാകുന്ന വൈറസ്. ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. ഓക്കെ. ഇനി അടുത്തതിലേക്ക് പോകാം. എപ്പോഴും ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് വൈറ്റമിൻസ് എന്ന് പറയുന്നത്. ഒരു 90% ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് വൈറ്റമിൻസ് കാണാം. പലതരത്തിൽ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. വൈറ്റമിനുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്ന് പറഞ്ഞൊരു മെത്തേഡ്, ഒരു രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നു. അത് ഓപ്ഷൻസ് ഞാനൊന്ന് വായിക്കാം. വൈറ്റമിൻ സി കൊഴുപ്പിൽ ലയിക്കുന്നു. വൈറ്റമിൻ എ വെള്ളത്തിൽ ലയിക്കുന്നു. എല്ലുകളുടെയും പല്ലുകളുടെയും ശരിയായ വളർച്ചയ്ക്ക് വൈറ്റമിൻ ഇ സഹായിക്കുന്നു. വേവിക്കുമ്പോൾ പഴങ്ങളിൽ നിന്നും പച്ചക്കറികളിൽ നിന്നും വൈറ്റമിൻ സി നഷ്ടപ്പെടുന്നു. ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ആണ്. വേവിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? വൈറ്റമിൻ സി നഷ്ടപ്പെടുന്നു, ചൂടാകുമ്പോൾ. ഓക്കെ. അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളുടെ കൂട്ടം ഏത്? കൊഴുപ്പിൽ ഏതൊക്കെയാണ്? ഞാൻ ഓപ്ഷൻ പറയാം. എ, ഡി, ഇ, കെ ആണ് പിന്നെ കൊഴുപ്പിൽ ലയിക്കുന്നത്. ബിയും സിയും ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻ ആണ്. ഓക്കെ. വീണ്ടും അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. വൈറ്റമിൻ B2 രാസപരമായി അറിയപ്പെടുന്നത് എങ്ങനെ? പറയാമോ? റൈബോഫ്ലേവിൻ. അപ്പൊ ആ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതുകൊണ്ട് വൈറ്റമിൻ ഞാനത് വേഗം എല്ലാത്തിൻ്റെതും ഞാനൊന്ന് പറയാം ടീച്ചറെ. കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിനുകളാണ് എ, ഇ, ഡി, കെ എന്നുള്ളത്. എ, ഇ, ഡി, കെ കൊഴുപ്പിൽ ലയിക്കുന്നത്. ജലത്തിൽ ലയിക്കുന്നത് ബി, സി. അത് അടുത്തടുത്തുള്ളതെന്ന് അങ്ങ് ഓർത്തോണ്ടാ മതി. വെള്ളത്തിൽ ലയിക്കുന്നത് ബിയും സിയും ആണെന്ന് അങ്ങ് ഓർത്താ മതി വേഗം. ഓരോന്നിന്റെയും രാസനാമങ്ങൾ പറഞ്ഞാൽ വൈറ്റമിൻ എ എന്ന് പറയുന്നത് റെറ്റിനോൾ ആണ്. റെറ്റിനോൾ. B1 തയമിൻ ആണ്. തയമിൻ. B2 റൈബോഫ്ലേവിൻ. B2 റൈബോഫ്ലേവിൻ. B3 നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ്. B3 നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ്. B5 പാൻറ്റോതെനിക് ആസിഡ്. B5 പാൻറ്റോതെനിക് ആസിഡ്. B6 പിരിഡോക്സിൻ.
B6 പിരിഡോക്സിൻ, B7 ബയോട്ടിൻ, B9 ഫോളിക് ആസിഡ് അല്ലെങ്കിൽ ഫോളിസിൻ എന്നും പറയുമേ, ഫോളിക് ആസിഡ് അല്ലെങ്കിൽ ഫോളിസിൻ, B12 കൊബാലമിൻ. അപ്പൊ കൊബാൾട്ട് അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ആണ് B12, കൊബാലമിൻ എന്ന് പറയുന്നത്. കൊബാൾട്ട് അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ആണ് B12. ജീവകം സിയുടെ രാസനാമമാണ് അസ്കോർബിക് ആസിഡ്. ഡി കാൽസിഫെറോൾ, വൈറ്റമിൻ ഡി കാൽസിഫെറോൾ, വൈറ്റമിൻ ഇ ടോക്കോഫെറോൾ, വൈറ്റമിൻ കെ ഫിലോക്വിനോൺ. അത് നോക്കി വെച്ചേക്കണം. വൈറ്റമിൻ സി മുതലൊന്ന് പറഞ്ഞേ. വൈറ്റമിൻ സി അസ്കോർബിക് ആസിഡ്, അസ്കോർബിക് ആസിഡ് അത് ഇമ്പോർട്ടന്റ് ആയ ഒരെണ്ണമാണ് വൈറ്റമിൻ സി, അസ്കോർബിക് ആസിഡ്. ഡി കാൽസിഫെറോൾ, ഇ ടോക്കോഫെറോൾ, കെ ഫിലോക്വിനോൺ. പിന്നെ വൈറ്റമിൻ എ നിങ്ങൾക്കറിയാം, തൊട്ടു മുമ്പത്തെ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചായിരുന്നു താഴെ കൊടുത്തിരിക്കുന്നവയിൽ വൈറ്റമിൻ സി ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ഏതിലാണ് എന്ന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പൊ തക്കാളി. വൈറ്റമിൻ എ കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത് ക്യാരറ്റിനകത്തിലുണ്ട്, ചീര, മുരിങ്ങയില അങ്ങനെയൊക്കെയുള്ള പച്ചക്കറികളിലൊക്കെയാണ് വൈറ്റമിൻ എ കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. മീനെണ്ണയിലുണ്ട്, മുട്ട, പാല്, മൃഗക്കൊഴുപ്പ്, അതിനകത്തിലെല്ലാം വൈറ്റമിൻ എ ധാരാളം അടങ്ങിയിട്ടുണ്ട്. കണ്ണുകളുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവകമാണ് വൈറ്റമിൻ എ. കണ്ണുകളുടെ ശരിയായ പ്രവർത്തനം അങ്ങനെ അങ്ങ് എഴുതിയാൽ മതി, കണ്ണുകളുടെ ശരിയായ പ്രവർത്തനം. പിന്നെ ഈ വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി ഡിസീസ് ഉണ്ട്, രണ്ടെണ്ണം ഉണ്ട്. ഡെഫിഷ്യൻസി ഡിസീസ് വൈറ്റമിൻ എയുടെ കണ്ണുമായി ബന്ധപ്പെട്ടതാണ്. അത് നിശാന്തത അല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ്, നിശാന്തത അല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ്. അതല്ലെങ്കിൽ അതിന് മാലക്കണ്ണെന്നും പറയും കേട്ടോ, മാലക്കണ്ണ് എന്നും പറയുമേ. നിശാന്തത അല്ലെങ്കിൽ മാലക്കണ്ണ്, നൈറ്റ് ബ്ലൈൻഡ്നെസ്. പിന്നെ സിറോഫ്താൽമിയ എന്ന് പറയുന്ന അസുഖം, സിറോഫ്താൽമിയ എന്ന അസുഖമുണ്ട്. പിന്നെ നമുക്കറിയാം വൈറ്റമിൻ ബി തവിടിൽ അടങ്ങിയിരിക്കുന്നതാണ്. വൈറ്റമിൻ B1 ആണ്, തവിടിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നതാണ് B1. ഈസ്റ്റിൽ അടങ്ങിയിരിക്കുന്നത്, ഈസ്റ്റിൽ B2 ആണ്, ഈസ്റ്റിൽ B2. പിന്നെ വൈറ്റമിൻ B1ന്റെ ഡെഫിഷ്യൻസി ഡിസീസ് ആണ്, വൈറ്റമിൻ B1ന്റെ ഡെഫിഷ്യൻസി ഡിസീസ് ആണ് ബെറിബെറി. വൈറ്റമിൻ B1ന്റെ ഡെഫിഷ്യൻസി ഡിസീസ് ആണ് ബെറിബെറി. അപ്പൊ നിങ്ങളോട് താഴെ കൊടുത്തിരിക്കുന്നവ ബെറിബെറി രോഗത്തിന് ഏത് വൈറ്റമിന്റെ അപര്യാപ്തത രോഗമാണ് ബെറിബെറി എന്ന് ചോദിച്ച് BABEK എന്നാണെന്നുണ്ടെങ്കിൽ ബി എന്ന് തന്നെ എഴുതിക്കോണം. നേരെ മറിച്ച് താഴെ തന്നിരിക്കുന്നവ ഏത് വൈറ്റമിൻ ബിയുടെ അപര്യാപ്തത രോഗമാണ് ബെറിബെറി എന്ന് ചോദിച്ച് B1, B2, B7, B9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് B1ന്റേതാണ് കേട്ടോ. B1ന്റെ അപര്യാപ്തത രോഗമാണ് ബെറിബെറി. B3യുടെ അപര്യാപ്തത രോഗമാണ് പെലാഗ്ര. വൈറ്റമിൻ B3യുടെ അപര്യാപ്തത രോഗമാണ് പെലാഗ്ര. പിന്നെ വൈറ്റമിൻ സി ആസിഡിന്റെ സ്വഭാവമാണ്. പുളിരുചിയുള്ളതും മഞ്ഞ നിറമുള്ളതുമായ ഫലവർഗ്ഗങ്ങളിലാണ് അടങ്ങിയിരിക്കുന്നത്. പുളിരുചിയുള്ളതും മഞ്ഞ നിറമുള്ളതുമായ ഫലവർഗ്ഗങ്ങളിൽ നാരങ്ങ, ഓറഞ്ച്, പേരയ്ക്ക, പൈനാപ്പിൾ, നെല്ലിക്ക, തക്കാളി എന്നൊക്കെയുള്ള മഞ്ഞ നിറമുള്ള ഫലങ്ങളിലാണ് അടങ്ങിയിരിക്കുന്നത്. ടീച്ചർ ഒരു സംശയം ചോദിക്കും ടീച്ചറെ, B9 എന്ന് പറയുന്നത് വിളർച്ചയാണോ, അനീമിയ എന്ന് പറഞ്ഞിട്ട്? അതെ അനീമിയ. B9 വിളർച്ചയ്ക്ക് കാരണമാകുന്നു കേട്ടോ. വൈറ്റമിൻ B9 ഡെഫിഷ്യൻസി കോസസ് അനീമിയ. അത് ടീച്ചർ ഇങ്ങനെ നമ്മളെ രക്തക്കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം, അതും നമ്മൾ അനീമിയാണ്. അത് ഹിമോഗ്ലോബിന്റെ അളവ് കുറയുന്നത് കൊണ്ടാണ് ടീച്ചറെ അനീമിയ ഉണ്ടാവുന്നത്. വായ്പുണ്ണിന്റെതോ മിസ്? ബി കോംപ്ലക്സ് അല്ലേ? നോക്കിക്കേ. പിന്നെ B2 അല്ലേ? B2 വായ്പുണ്ണ് അത് ഞാൻ പറയാമേ. B2 എന്നാ പറഞ്ഞ B2ന്റെ ആണ് കീലോസിസ്. വായ പുണ്ണെന്നല്ല ടീച്ചറെ, വായുടെ വശങ്ങൾ വിണ്ടു കീറുന്ന അവസ്ഥയാണ്. അതെ, B2ന്റെ അപര്യാപ്തത രോഗമാണ് കീലോസിസ്. അത് വായുടെ സൈഡ് വിണ്ടു കീറുന്ന അവസ്ഥയാണ്.
അതല്ലേ കീലോസിസ് ബെറിബെറി. അല്ല, ബെറിബെറി എന്ന് പറയുന്നത് നാഡീവ്യൂഹത്തിനെ ബാധിക്കുന്ന രോഗമാണ് ടീച്ചറെ. ബെറിബെറി നമ്മുടെ നാഡീവ്യൂഹത്തിനെയാണ് ബെറിബെറി ബാധിക്കുന്നത്. ഓക്കെ. പിന്നെ ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ സി ആണ്. ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ സി ആണ്. ഫ്രഷ് ഫുഡ് വൈറ്റമിൻ. വൈറ്റമിൻ സിയുടെ അപര്യാപ്തത രോഗമാണ് സ്കർവി. വൈറ്റമിൻ സിയുടെ അപര്യാപ്തത രോഗം സ്കർവി. അത് നാവികരുടെ രോഗം എന്നറിയപ്പെടുന്നത് സ്കർവിയാണ്. നാവികരുടെ രോഗം എന്നറിയപ്പെടുന്നത് സ്കർവിയാണ്. ഇനി വൈറ്റമിൻ ഡി പറഞ്ഞാൽ വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗമാണ് ഓസ്റ്റിയോമലേഷ്യ. വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗം ഓസ്റ്റിയോമലേഷ്യയും കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗം റിക്കറ്റ്സ് അല്ലെങ്കിൽ കണയാണ്. കണ്ടോ, എല്ലിന്റെയും പല്ലിന്റെയും വളർച്ചയ്ക്ക് ആവശ്യമായ ജീവകം. നമ്മൾ മുമ്പ് ഒരു ഓപ്ഷൻ വായിച്ചപ്പോൾ അതിനകത്ത് കൊടുത്തിരുന്നത് എന്തോ മുതിർന്നവരിൽ ഓസ്റ്റിയോമലേഷ്യ. ഓസ്റ്റിയോമലേഷ്യ എല്ലിന്റെയും പല്ലിന്റെയും വളർച്ചയ്ക്ക് ആവശ്യമായ ജീവകമാണ്. എല്ലിന്റെയും പല്ലിന്റെയും വളർച്ചയ്ക്ക് ആവശ്യമായ ജീവകം സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്ന സൺഷൈൻ വൈറ്റമിൻ. വൈറ്റമിൻ ഡി, സൺഷൈൻ വൈറ്റമിൻ. ജീവകം ഇ പറഞ്ഞാല് അത് എന്താ പറഞ്ഞത്, വന്ധ്യതയ്ക്ക് കാരണമാകുന്ന ഒരു വൈറ്റമിൻ ആണ്. വന്ധ്യതയ്ക്ക് കാരണമാകുന്ന, അതിന്റെ ഡെഫിഷ്യൻസിയാണ് വന്ധ്യതയ്ക്ക് കാരണമാകും, ഇൻഫെർട്ടിലിറ്റിക്ക് കാരണമാകും. ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നു. ബ്യൂട്ടി വൈറ്റമിൻ. ആന്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്നറിയപ്പെടുന്നു. ആന്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ. വൈറ്റമിൻ ഇ ആണ്. ആന്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്നറിയപ്പെടുന്നു. പിന്നെ ജീവകം കെ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നു. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം കെ ആണ്. അതുപോലെ തന്നെ തണുക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ എന്ന് പറയുന്നതും വൈറ്റമിൻ കെ ആണ്. തണുക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ എന്ന് പറയുന്നതും വൈറ്റമിൻ കെ ആണ്. ഇതാണ് വൈറ്റമിനുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി ചോദ്യം ചോദിച്ചു, സംശയം പറയും. എന്താ വെച്ചാൽ ഈ രക്തം കട്ട പിടിക്കുന്നത് വൈറ്റമിൻ കെ ആണ്. അപ്പൊ രക്തസ്രാവം നിൽക്കാൻ വേണ്ടിട്ട് അത് നിൽക്കാത്തൊരവസ്ഥ അല്ലേ? രക്തസ്രാവം കൂടുതലാണ്. അത് ഉപയോഗിക്കാൻ. അപ്പൊ ഇത് രക്തം കട്ട പിടിക്കാൻ വൈറ്റമിൻ കെ ആണ് കൊടുക്കേണ്ടത്. കെ തന്നെയാണ് അപ്പൊ അതിന്റെ ആൻസർ. അതെ അതെ ടീച്ചർ. വൈറ്റമിൻ ഹീമോഫീലിയ എന്ന് പറയുന്നത് ഒരു ജനറ്റിക് ഡിസോർഡർ ആണ്. കാരണമായ വൈറ്റമിൻ ചോദിച്ചാലും അത് വൈറ്റമിൻ കെ തന്നെയാണ്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത് വൈറ്റമിൻ കെ ആണ്. അതുപോലെ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന മൂലകം ഏതാ, ലോഹം ഏതാ? ലോഹം കാൽഷ്യം. ഇനിയും അപ്പം വൈറ്റമിൻസ് കാരണമായത് ഏതായിരുന്നു ഇത് പറഞ്ഞില്ലായിരുന്നോ? എന്ത് ടീച്ചറെ? നാഡീവ്യൂഹത്തിന് കാരണമായത്. അത് നാഡീവ്യൂഹത്തിന് കാരണമല്ല ടീച്ചറെ. നാഡീവ്യൂഹത്തിന് ബാധിക്കുന്ന ഒരു അപര്യാപ്തത രോഗമാണ് ബെറിബെറി. വൈറ്റമിൻ B1 അപര്യാപ്തത രോഗമായ ബെറിബെറി. ഓക്കെ. ഇനി വൈറ്റമിൻ സിയുടെ അസ്കോർബിക് ആസിഡ്. അസ്കോർബിക് ആസിഡ്. അസ്കോർബിക് ആസിഡ്. അസ്കോർബിക് ആസിഡ് അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഏതാ? ഈസ്റ്റിൽ അടങ്ങിയിരിക്കുന്നത് B2. വിറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി മൂലം കുട്ടികളിൽ ഉണ്ടാകുന്നത് എന്തായിരുന്നു? കണ. റിക്കറ്റ്സ് അല്ലെങ്കിൽ കണ. റിക്കറ്റ്സ് അല്ലെങ്കിൽ കണ. അടുത്തത് ഞാൻ നിങ്ങളുടെ പെഡഗോഗിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു പോർഷനാണ് പറയുന്നത്. അത് ചോദ്യം ഇതാണ്: ക്ലാസ് മുറിയിൽ പലതരത്തിലുള്ള പഠിതാക്കളുണ്ട്. പഠനത്തെ സമഗ്രമായി കണ്ട് ആശയങ്ങൾ തമ്മിൽ പരസ്പര ബന്ധം കണ്ടെത്തുന്ന പഠിതാക്കളാണ്. ഏത് പഠിതാക്കളാണ്? സർഗാത്മക പഠിതാക്കൾ.
ക്രിയാത്മക പഠിതാക്കൾ. ക്രിയാത്മകം. വിവിധതരം പഠിതാക്കളുണ്ട്. പഠനത്തെ സമഗ്രമായി കണ്ട് ആശയങ്ങൾ തമ്മിൽ പരസ്പര ബന്ധം കണ്ടെത്തുന്ന പഠിതാക്കളാണ് ഭാവനാത്മക പഠിതാക്കൾ. അടുത്തത്, ശാസ്ത്ര ക്ലാസ്സിൽ പലതരം പഠിതാക്കളുണ്ട്. ഇവരിൽ പരീക്ഷിച്ചു നോക്കാനും ചെയ്തു പഠിക്കാനും ഇഷ്ടപ്പെടുന്നതും തെറ്റിനെ കുറിച്ച് ആശങ്കയില്ലാത്തതുമായ വിഭാഗം ഏതാണ്? പിന്നെ പരീക്ഷിച്ച് നോക്കി, ഇതെല്ലാം പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഏതാ ഇതിന്റെ ഉത്തരം? ക്രിയാത്മക പഠിതാക്കൾ. 3, പരീക്ഷിച്ച് നോക്കി കാര്യങ്ങൾ ചെയ്ത് പഠിക്കാൻ ഇഷ്ടപ്പെടുന്ന വിഭാഗത്തിലുള്ള പഠിതാക്കൾ പഠിതാക്കളാണ്. പിന്നെ ചുവടെ നൽകിയിരിക്കുന്നത് ഏത് വിഭാഗം പഠിതാക്കളുടെ സവിശേഷതയാണ്? പ്രശ്നത്തെ സമഗ്രമായി കണ്ട് ആശയങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധം കണ്ടെത്താൻ ഇഷ്ടപ്പെടുന്നത്. അത് വേറൊരു രീതി ചോദിച്ചിരിക്കുകയാണ്. ഏതാണ്? ഭാവനാത്മക പഠിതാക്കൾ. അപ്പൊ ആ ഒരു ഭാഗം നിങ്ങൾ ഏറ്റവും നന്നായിട്ട് തന്നെ നോക്കിക്കൊണ്ട് പോകണം. ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം അത്. അതായത് ക്രിയാത്മക പഠിതാക്കൾ എന്ന് പറയുന്നത് അവർ പരീക്ഷിച്ചു നോക്കാനും ചെയ്തു പഠിക്കാനും ഇഷ്ടപ്പെടുന്നു. തെറ്റുകളെ കുറിച്ച് ആശങ്കയില്ല അവർക്ക്. ക്രിയാത്മക പഠിതാക്കൾ അല്ലെങ്കിൽ ഡൈനമിക് ലേണേഴ്സ്. ഒരു തവണ ഈ മലയാളം പേരുകൾ ഒന്നും തന്നെ ചോദിച്ചിരുന്നില്ല, ഇംഗ്ലീഷിലായിരുന്നു ചോദിച്ചത് ക്വസ്റ്റ്യൻ കേട്ടോ. ക്രിയാത്മക അതായത് കോമൺ സെൻസ് ലേണേഴ്സ്, ക്രിയേറ്റീവ് ലേണേഴ്സ്, അനലിറ്റിക് ലേണേഴ്സ്, ഡൈനമിക് ലേണേഴ്സ് എന്ന് പറഞ്ഞ് ഇംഗ്ലീഷിലാണ് ചോദിച്ചത്. അപ്പൊ അതിന്റെ ഇംഗ്ലീഷ് വേർഡുകളും കൂടെ പഠിച്ചു വെച്ചോണം. അപ്പൊ ക്രിയാത്മക പഠിതാക്കളാണ് ഡൈനമിക് ലേണേഴ്സ്. അപ്പൊ അവരെന്താണ്? പരീക്ഷിച്ചു നോക്കാനും ചെയ്തു പഠിക്കാനും ഇഷ്ടപ്പെടുന്നു, തെറ്റുകളെ കുറിച്ച് ആശങ്കയില്ല. പിന്നെ അവരുടെ മറ്റൊരു പ്രത്യേകതയാണ് വ്യത്യസ്തത ഇഷ്ടപ്പെടുന്നു, മാനസിക ഉത്തേജനം നൽകുന്ന പ്രവർത്തനങ്ങൾ ഇഷ്ടപ്പെടുന്നു. 3, പ്രവർത്തനങ്ങളിൽ മുഴുകാനും മറ്റുള്ളവരെ പങ്കെടുപ്പിക്കാനും തൽപരരാണ്. അടുത്തത്, ആസൂത്രണം ചെയ്യാനും നേർദിശയിലാണ് പോകുന്നതെന്ന് ഉറപ്പുവരുത്താനും ശ്രമിക്കാറില്ല, സമയനിഷ്ഠ പാലിക്കാറില്ല. അപ്പൊ നമ്മൾ വിചാരിക്കും ക്രിയാത്മക പഠിതാക്കളല്ലേ അവരപ്പൊ എല്ലാ കാര്യത്തിലും എന്താ പറയുക പോസിറ്റീവായിട്ട് പോകുന്നവരാണെന്ന്. അല്ല, അവരെന്ത് ചെയ്യാറില്ല? ആസൂത്രണം ചെയ്യത്തില്ല, നേർരേഖയിലാണ് കാര്യങ്ങൾ പോകുന്നതെന്നൊന്നും അവർ ശ്രദ്ധിക്കത്തില്ല. അതുപോലെ സമയനിഷ്ഠയും അവർ പാലിക്കാറില്ല. പിന്നെ രണ്ടാമത്തേത് കോമൺ സെൻസ് ലേണേഴ്സ് അല്ലെങ്കിൽ സാമാന്യയുക്തി പഠിതാക്കൾ. അവര് നിർദ്ദേശങ്ങൾ ശ്രദ്ധാപൂർവം മനസ്സിലാക്കും, ലഭ്യമായ സമയം ആസൂത്രണം ചെയ്തുപയോഗിക്കും. തനിയെ പ്രവർത്തിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്, കൃത്യമായ തീരുമാനങ്ങൾ എടുക്കുന്നവരാണ്, സ്വന്തമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ്. എന്നാൽ ഭാവനാത്മകമായിരിക്കില്ല അവരുടെ പ്രവർത്തനം. അടുത്തത്, തന്റെ ദൗത്യം പെട്ടെന്ന് പൂർത്തീകരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് കോമൺ സെൻസ് ലേണേഴ്സ്. പക്ഷേ എന്നാൽ ഇന്ന രീതിയിൽ മുന്നോട്ട് പോകണം എന്ന് അവരെ ആരും നിർദ്ദേശിക്കുന്നത്, നിങ്ങൾ ഈ വഴി പോകൂ എന്ന് അവരോട് പറയുന്നത് അവർക്ക് ഇഷ്ടമല്ല. പിന്നെ ഭാവനാത്മക പഠിതാക്കൾ, അത് നമ്മൾ കണ്ടു. പ്രശ്നത്തെ സമഗ്രമായി കാണാനും ആശയങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധം കണ്ടെത്താനും ഇഷ്ടപ്പെടുന്നവരാണ്. ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രവർത്തനം ഇഷ്ടപ്പെടുന്നവരാണ്. അവരുടെ ഭാവന ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ശ്രദ്ധിച്ചു കേൾക്കുന്നു, സംഘപ്രവർത്തനം ഇഷ്ടപ്പെടുന്നു. അല്പനേരം പ്രവർത്തിച്ച ശേഷം അത് ഉപേക്ഷിച്ചിട്ട് പ്രശ്നത്തിന്റെ മറ്റൊരു വശത്തേക്ക് ശ്രദ്ധ തിരിക്കുന്നു. പ്രധാനപ്പെട്ട വസ്തുതകൾ മറക്കുന്നു. ഏറെ നേരം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയില്ല, പെട്ടെന്ന് തീരുമാനമെടുക്കില്ല. അടുത്തത് വിശകലനാത്മക പഠിതാക്കൾ എന്താ പറയുക? ഇംഗ്ലീഷിലാണോ ടീച്ചറെ? ക്രിയേറ്റീവ് ലേണേഴ്സ്, ക്രിയേറ്റീവ് ലേണേഴ്സ്, ക്രിയേറ്റീവ് ലേണേഴ്സ്. അടുത്തത് വിശകലനാത്മക പഠിതാക്കൾ അല്ലെങ്കിൽ അനലിറ്റിക് ലേണേഴ്സ്. അവര് പ്രവർത്തനങ്ങൾ ശ്രദ്ധാപൂർവം ആസൂത്രണം ചെയ്യും, തനിയെ പ്രവർത്തിക്കാൻ കഴിയുന്നവരാണ്. വിശകലനം, യുക്തി എന്നിവ പ്രയോഗിച്ച് കഴിയുന്നത്ര ആശയങ്ങൾ തമ്മിൽ പരസ്പര ബന്ധം എളുപ്പത്തിൽ കണ്ടെത്തുന്നവരാണ്. വ്യക്തമായ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും അവർക്ക്. സിദ്ധാന്തങ്ങൾ ഉപയോഗിച്ച് പ്രശ്നങ്ങളെ വിശകലനം ചെയ്യും. സംഘ ചർച്ചകൾ ഇഷ്ടപ്പെടുന്നില്ല. ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് ബൈഹാർട്ട് ചെയ്ത് തന്നെ വെച്ചേക്കണം കേട്ടോ. ഈ 4 തരത്തിലുള്ള പഠിതാക്കളുടെയും എല്ലാ സവിശേഷതകളും ബൈഹാർട്ട് ചെയ്ത് വെക്കണം. പിന്നെ നമുക്കറിയാം വേറൊരു തരത്തിൽ പഠിതാക്കളെ അവരുടെ പഠനശൈലി അനുസരിച്ച് തരം തിരിച്ചിട്ടുണ്ട്. കണ്ടുപഠിക്കുന്നവർ, കേട്ടുപഠിക്കുന്നവർ, ചെയ്തു പഠിക്കുന്നവർ എന്നും പറഞ്ഞിട്ട്. വിഷ്വൽ ലേണേഴ്സ്, ഓഡിറ്ററി ലേണേഴ്സ്, കിനസ്തെറ്റിക് ലേണേഴ്സ് എന്നും പറഞ്ഞിട്ട്. അപ്പൊ ഈ ഒരു ഭാഗം വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അത് നോക്കി മനസ്സിലാക്കി പഠിച്ചോണം. ഇനിയും എന്താ പറയുന്ന വേറൊരു തരം ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ, ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. അതിനകത്തില് സ്വപ്നം കാണൽ എന്ന് പറയുന്നത് മനോഭാവ മേഖല ഓപ്ഷനാണ്. സ്വപ്നം കാണൽ, മനോഭാവ മേഖല,
നിയമങ്ങൾ വിജ്ഞാന മേഖല, സ്വന്തം കഴിവിലുള്ള വിശ്വാസം പ്രയോഗ മേഖല, വസ്തുതകൾ പ്രക്രിയാ മേഖല. ഏത് മേഖലയാണ് ശരിയേത്? സ്വപ്നം കാണൽ മനോഭാവ മേഖലയാണോ? അല്ല. നിയമങ്ങൾ വിജ്ഞാന മേഖലയാണോ? ആണ്. നിയമങ്ങൾ വിജ്ഞാന മേഖലയാണ് കേട്ടോ. അതാണ് അതിനകത്തിലെ ശരിയായ ജോഡി. ഇനി അങ്ങനെ അത് നോക്കിക്കേ. ശാസ്ത്രീയ പഠനത്തിന്റെ മുഖ്യ ലക്ഷ്യം വിജ്ഞാന മേഖല, പ്രക്രിയാശേഷി മേഖല, പ്രയോഗ മേഖല, മനോഭാവ മേഖല, സർഗാത്മക മേഖല എന്നിവയുടെ വികാസമാണ്. താഴെ പറയുന്നവയിൽ പ്രയോഗ മേഖലയിൽ ഉൾപ്പെടുന്ന പ്രസ്താവന ഏത്? ഒരു 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിനകത്ത് പ്രയോഗ മേഖലയിൽ ഉൾപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രയോഗ മേഖല എന്ന് പറയുമ്പം അതിന് പറയുന്നത് ആപ്ലിക്കേഷൻ ഡൊമൈൻ എന്നാണ്. പ്രയോഗ മേഖല ആപ്ലിക്കേഷൻ ഡൊമൈൻ എന്നാണ്. അപ്പൊ നോക്കിക്കേ, ഏതാണ് പ്രയോഗ മേഖലയിൽ ഉൾപ്പെടുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, താത്കാലിക നിഗമനങ്ങൾ രൂപീകരിക്കലും അത് പരിശോധിക്കലും. അതാണോ? അല്ല. പരീക്ഷണങ്ങൾ രൂപകൽപ്പന ചെയ്യൽ ആണോ? അല്ല. മനോചിത്രങ്ങൾ രൂപീകരിക്കലാണോ? അല്ല. ആഹാരം, ആരോഗ്യം, ജീവിതശൈലി തുടങ്ങിയവയിൽ ശാസ്ത്രീയ ശീലങ്ങൾ പിന്തുടരുന്നവരാണ് പ്രയോഗ മേഖലയിൽ ഉൾപ്പെടുന്നവര്. അപ്പൊ അപ്പൊ അങ്ങനെ ആ ഒരു രീതി. ഇനി വേറൊരു ക്വസ്റ്റ്യൻ പറയാം. പാഴ്വസ്തുക്കളും വില കുറഞ്ഞ വസ്തുക്കളും ഉപയോഗിച്ച്, ഞാനത് പറഞ്ഞു തരാം. ഞാൻ വായിക്കേ. ആ ക്വസ്റ്റ്യൻ ഒന്ന് പരിചയപ്പെടുത്തിക്കോട്ടെ. പാഴ്വസ്തുക്കളും വില കുറഞ്ഞ വസ്തുക്കളും ഉപയോഗിച്ച് ക്ലാസ് മുറിയിൽ കുട്ടി ഉപകരണങ്ങൾ തയ്യാറാക്കുന്നത് താഴെ കൊടുത്തിരിക്കുന്ന ശാസ്ത്ര പഠന തലങ്ങളിൽ ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നത് എന്താണ്? പ്രയോഗ മേഖല. അല്ല. ഉപകരണങ്ങൾ ഉണ്ടാക്കുന്ന സർഗാത്മക മേഖലയാണ്. പക്ഷെ വീട്ടിലെ ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ട ശാസ്ത്ര ആശയങ്ങളെ കുറിച്ച് ധാരണ ഉണ്ടാകുന്നത് പ്രയോഗ മേഖലയാണ്. അപ്പൊ കുട്ടി ഈ ഉപകരണങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് സർഗാത്മക മേഖലയാണ്. അത് നോക്ക്. വേറൊരെണ്ണം അതുപോലെ ചോദിച്ചിട്ടുണ്ട്. മലിനജലം ശുദ്ധീകരിക്കാനുള്ള നൂതനമായ ഒരു ഉപകരണം രൂപകൽപ്പന ചെയ്യുന്ന കുട്ടിയിൽ വികാസം പ്രാപിക്കുന്ന മേഖല വിജ്ഞാന മേഖല, പ്രക്രിയാ മേഖല, പ്രയോഗ മേഖല, സർഗാത്മക മേഖല. ഏതാണ്? സർഗാത്മക മേഖല. പറഞ്ഞില്ലേ, ഒരു ഉപകരണം ഉണ്ടാക്കുക, അതെന്താണ്? സർഗാത്മക മേഖലയാണ്. കുട്ടി ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നത് സർഗാത്മക മേഖല കേട്ടോ. ഇനി ഞാൻ സർഗാത്മക മേഖലയുടെ സവിശേഷതകൾ ഒന്ന് പറയാം. മനോചിത്രങ്ങൾ രൂപീകരിക്കുന്നു, പരീക്ഷണങ്ങൾ രൂപകൽപ്പന ചെയ്യൽ. അപ്പം മനോചിത്രങ്ങൾ രൂപീകരിക്കുന്നതും പരീക്ഷണങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നതും സർഗാത്മക മേഖലയാണ്. വസ്തുക്കളെയും ആശയങ്ങളെയും പുതിയ രീതിയിൽ ബന്ധിപ്പിക്കൽ സർഗാത്മക മേഖലയാണ്. വസ്തുക്കൾക്ക് സാധാരണമല്ലാത്ത ബദൽ ഉപയോഗങ്ങൾ കണ്ടെത്തൽ. ഇപ്പൊ ഒരു വസ്തുവിന് എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന രീതിയിൽ അല്ലാതെ പുതിയൊരു രീതിയിൽ അതിനെ ഉപയോഗിക്കാം എന്നവർ മനസ്സിലാക്കും. പ്രശ്നങ്ങൾക്കും പ്രഹേളികകൾക്കും ഉത്തരം കണ്ടെത്തൽ. അതായത് അത് പസിൽസ് ആണ് പ്രഹേളിക എന്ന് പറഞ്ഞാൽ. പ്രശ്നങ്ങൾക്കും പ്രഹേളികകൾക്കും ഉത്തരം കണ്ടെത്തൽ. ഭ്രമകൽപ്പന രൂപവൽക്കരണം, അതായത് ഫാന്റസി, ആ ഒരു ഫാന്റസൈസിങ് ആണ് ഭ്രമകൽപ്പന എന്ന് പറഞ്ഞാൽ. പിന്നെ ഉപകരണങ്ങളും യന്ത്രങ്ങളും ഡിസൈൻ ചെയ്യൽ, സ്വപ്നം കാണൽ, അതുപോലെ വേറിട്ട ചിന്തകൾ. ഇത്രയുമാണ് സർഗാത്മക മേഖലയുടെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. വിജ്ഞാന മേഖലയാണ് വസ്തുതകൾ, ആശയങ്ങൾ, നിയമങ്ങൾ, നിലവിൽ ശാസ്ത്രജ്ഞന്മാർ ഉപയോഗിക്കുന്ന താൽക്കാലിക നിഗമനങ്ങളും സിദ്ധാന്തങ്ങളും, ശാസ്ത്രവും സാമൂഹിക പ്രശ്നങ്ങളും. ഇതൊക്കെ ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത് ആരാണ്? വിജ്ഞാന മേഖലയിൽ ഉള്ളവരാണ്. പിന്നെ പ്രക്രിയാ മേഖല എന്ന് പറഞ്ഞാൽ പ്രക്രിയാശേഷികളുമായി ബന്ധപ്പെട്ട മേഖലയാണ്. മനോഭാവ മേഖലയിൽ ഉൾപ്പെടുന്നവരാണ് ശാസ്ത്രീയമായ അറിവിനോടും ശാസ്ത്ര വിദ്യാഭ്യാസത്തോടും കൂടുതൽ മമതാപരമായ നിലപാടുണ്ടാക്കുന്നവര്, സ്വന്തം കഴിവിൽ വിശ്വാസമുള്ളവരാണ്, മാനുഷിക വികാരങ്ങളെ മനസ്സിലാക്കാനും വിലമതിക്കാനും, ഇതൊക്കെ മനോഭാവങ്ങളാണ്. മറ്റുള്ളവരുടെ നിലപാടുകളോടും ചിന്തകളോടും കൂടുതൽ ക്ഷമതയുണ്ടായിരിക്കൽ, സ്വന്തം വികാരവിചാരങ്ങൾ സൃഷ്ടിപരമായി പ്രകടിപ്പിക്കൽ, വൈയക്തിക മൂല്യങ്ങളിൽ കാര്യകാരണബോധത്തോടെ ചിന്തിച്ചു തീരുമാനമെടുക്കൽ. ഈ ഒരു പോർഷൻ ഇത് നിങ്ങൾക്ക് ഇപ്പൊ എഴുതിയെടുക്കാനുള്ള സമയമില്ല, ഒന്നുമില്ല, ഇത് പഠിച്ചു വെച്ചോണം കേട്ടോ. ഇതിനകത്ത് സ്വപ്നം കാണല് വിജ്ഞാന മേഖലയിലാ വരിക? സ്വപ്നം കാണലെന്ന് പറയുന്നത് ടീച്ചറെ സർഗാത്മക മേഖല. ഡ്രീമിങ്, സ്വപ്നം കാണൽ സർഗാത്മക മേഖലയിലാണ് വരുന്നത്. അപ്പം ഈ ഒരു ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാകാം. നിങ്ങളുടെ പെഡഗോഗിയുമായി ബന്ധപ്പെട്ടിട്ട് അതും വളരെ കാര്യമായിട്ട് തന്നെ പഠിച്ചോണം.
പിന്നെ ഉണ്ട് നോക്കിക്കേ, ശാസ്ത്ര പഠനത്തിന്റെ പദങ്ങൾ, വസ്തുതകൾ, ആശയങ്ങൾ, തത്വങ്ങൾ, നിയമങ്ങൾ, സിദ്ധാന്തങ്ങൾ എന്നിവ കൃത്യതപ്പെടുത്തുന്നതിനും അവതരിപ്പിക്കുന്നതിനും ഒരു കുട്ടി മികവ് പ്രകടിപ്പിക്കുന്നു. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് മേഖലയിൽ ഉൾപ്പെടുത്തിയാണ് ഇത് വിലയിരുത്തുന്നത്? ഏത് മേഖലയായിരിക്കും? വിജ്ഞാന മേഖല. വിജ്ഞാന മേഖല. അടുത്തത് നോക്കിക്കേ, ശാസ്ത്ര സംബന്ധമായ ആശയങ്ങൾ സ്വായത്തമാക്കൽ ഏത് ശാസ്ത്ര പഠന മേഖലയുടെ ഭാഗമാണ്? പ്രയോഗ മേഖല. അതും വിജ്ഞാന മേഖലയാണ് ടീച്ചറെ, വിജ്ഞാന മേഖലയാണ്. ആശയങ്ങൾ സ്വായത്തമാക്കൽ ഞാൻ വായിച്ചത് കണ്ടില്ലേ? വസ്തുതകൾ, ആശയങ്ങൾ, നിയമങ്ങൾ, ഇതെല്ലാം വിജ്ഞാന മേഖലയാ കേട്ടോ. എന്തോ ടീച്ചറെ? ഇതൊന്ന് ഗ്രൂപ്പിൽ ഇട്ടേരോ? ഇട്ടുതരാം. ഞാൻ സാറിന് അത് അയച്ചു കൊടുത്തേക്കാമേ. ഇത്ര മേഖലകളെല്ലാം ഒന്ന് ഇട്ട് തരണേ. ഇട്ടുതരാം. പിന്നെ മേഖലയിൽ വരുന്ന ഏതല്ല? എന്തോ പ്രയോഗ മേഖല. ടീച്ചറെ, പ്രയോഗ മേഖലയിൽ വരുന്നതാണ് ശാസ്ത്ര ആശയങ്ങളുടെ ഉദാഹരണങ്ങൾ ദൈനംദിന ജീവിതത്തിൽ നിരീക്ഷിക്കുക, സ്വായത്തമാക്കുന്ന ആശയങ്ങളും ശേഷികളും ജീവിതത്തിൽ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉപയോഗപ്പെടുത്തുക, വീട്ടിലെ ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ട ശാസ്ത്ര ആശയങ്ങളെ കുറിച്ച് ധാരണയുണ്ടാകുക, ദൈനംദിന ജീവിതത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ശാസ്ത്രത്തിന്റെ പ്രക്രിയകൾ പ്രയോജനപ്പെടുത്തൽ, ശാസ്ത്ര സംബന്ധമായ സംഭവ വികാസങ്ങളെ വിലയിരുത്താനുള്ള കഴിവ്, ആഹാരം, ആരോഗ്യം, ജീവിതശൈലി തുടങ്ങിയവയിൽ വ്യക്തിപരമായി ശാസ്ത്രീയ തീരുമാനങ്ങൾ എടുക്കൽ, മറ്റു വിഷയങ്ങളുമായി ശാസ്ത്രത്തെ ബന്ധപ്പെടുത്തൽ. ഇതാണ് ഞാനിത് കൊടുത്തേക്കാം, ഗ്രൂപ്പിലിട്ടേക്കാം. അടുത്തൊരെണ്ണം ചോദിച്ചിരിക്കുന്നത് ശാസ്ത്രീയ രീതിയുടെ ഘട്ടങ്ങളാണ്. അത് പലപ്പോഴും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. താഴെ കൊടുത്തിരിക്കുന്ന ശാസ്ത്രീയ രീതിയുടെ ഘട്ടങ്ങൾ വിട്ടുപോയിരിക്കുന്ന ഭാഗങ്ങൾ പൂരിപ്പിക്കാൻ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. ഞാനിപ്പോ അതിന്റെ ഓപ്ഷൻ ഏതൊക്കെയാണെന്ന് വായിക്കുന്നത്. അപ്പൊ അങ്ങനെ ചോദിക്കാം. അതായത് വിട്ടുപോകും 1, 2, ഒന്നാമത്തേത് തരാതെ 2 തരും, 3 തരാതെ 4 തരും, അങ്ങനെ ചോദിക്കാം. അത് ഏതെങ്കിലും രീതിയിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെ ചോദിക്കാം. അതല്ല എങ്കിൽ വേറൊരു ക്വസ്റ്റ്യൻ ആണ്, ചുവടെ തന്നിരിക്കുന്നവയിൽ ശാസ്ത്രീയ രീതിയുടെ ആദ്യ ഘട്ടം ഏതാണ് ശാസ്ത്രീയ രീതിയുടെ ആദ്യ ഘട്ടം? പ്രശ്നം അനുഭവപ്പെടലാണ് ആദ്യ ഘട്ടം. അതായത് എങ്ങനെയാണ് അത് വരുന്നത്? പ്രശ്നം അനുഭവപ്പെടൽ ഒന്നാമത്തെ ഘട്ടം, പ്രശ്നം അനുഭവപ്പെടൽ. 2 പരികൽപ്പന രൂപീകരിക്കൽ, വിവരശേഖരണം, ആസൂത്രണം അല്ലെങ്കിൽ പ്രശ്ന പരിഹരണ രീതി. ആസൂത്രണം അതിനകത്ത് വരുന്നതാണ് വിവരശേഖരണം അല്ല, ആസൂത്രണമാണ് ടീച്ചറെ. വിവരശേഖരണം അല്ല, ആസൂത്രണമാണ്. അതിനെ പറ്റിയുള്ള ആസൂത്രണം നടത്തുക, പ്രശ്ന പരിഹരണ രീതി, അല്ലെങ്കിൽ അതിന് പറയുന്നതാണ് പ്രശ്ന പരിഹരണ രീതി എന്ന്. അടുത്തതാണ് നിർവഹണം. അവിടെയാണ് വിവരശേഖരണം വരുന്നത്, നിർവഹണം. അടുത്തത് അപഗ്രഥനം, നിഗമന രൂപീകരണം, റിപ്പോർട്ടിംഗ്. അതാണ് അതിന്റെ ഓർഡർ. ടെക്സ്റ്റിനകത്തിലുള്ള അതേ ഓർഡറാണിത്. പ്രശ്നം അനുഭവപ്പെടൽ, പരികൽപ്പന രൂപീകരിക്കൽ, ആസൂത്രണം, നിർവഹണം, അപഗ്രഥനം, നിഗമന രൂപീകരണം, റിപ്പോർട്ടിംഗ്. ഓക്കെ, ഇത് ചോദിക്കാം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഇനി അടുത്തത് നിങ്ങൾക്കറിയാം റിപ്പീറ്റ് ചെയ്യോ ടീച്ചറെ? പ്രശ്നം അനുഭവപ്പെടൽ, പരികൽപ്പന രൂപീകരിക്കൽ, ആസൂത്രണം, നിർവഹണം, അപഗ്രഥനം, നിഗമന രൂപീകരണം, റിപ്പോർട്ടിംഗ്. ഓക്കെ ടീച്ചറെ? ഓക്കെ. പിന്നെ നിങ്ങൾക്ക് മിക്കവാറുമുള്ള എല്ലാ ക്വസ്റ്റ്യൻസിനും ചോദിക്കാറുള്ള ദിനാചരണങ്ങള്, അല്ലെങ്കിൽ വർഷങ്ങള്, അല്ലെങ്കിൽ ഡെക്കേഡ്സ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാമേ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു 2-3 ക്വസ്റ്റ്യൻസ് ഞാനൊന്ന് പരിചയപ്പെടുത്താം. ഇക്കോ ക്ലബിന്റെ നേതൃത്വത്തിൽ ദിനാചരണം നടത്താൻ അനുയോജ്യമായ ദിവസം ഡിസംബർ 5, നവംബർ 7, ജൂലൈ 21, നവംബർ 14. ഡിസംബർ 5 ലോക മണ്ണ് ദിനമാണ് ഡിസംബർ 5. അത് വേറൊരു ക്വസ്റ്റ്യനകത്തിൽ ചോദിച്ചിട്ടുണ്ട്, അന്താരാഷ്ട്ര മണ്ണ് ദിനമായി ആചരിക്കുന്ന ദിവസം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഡിസംബർ 5 പിന്നെ ഒന്നും കൂടെ പറയട്ടെ ടീച്ചറെ, എക്കോ ക്ലബിന്റെ നേതൃത്വത്തിൽ ദിനാചരണം നടത്താൻ അനുയോജ്യമായ ദിവസം. ടീച്ചർ അങ്ങനെ ക്വസ്റ്റ്യൻ എടുത്ത് വെച്ചിട്ട് കാര്യമില്ലല്ലോ, ഒന്ന് മനസ്സിലാക്കുക എങ്ങനെയാണെന്ന്. പിന്നെ നിങ്ങൾ ഈ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേയ്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾ അങ്ങ് മനസ്സിലാക്കി വെക്കുക, അത്രയും ചെയ്താൽ മതിയെ.
അത് ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഡേയ്സ് ഒന്ന് പറഞ്ഞു പോകാം. പിന്നെ ചോദിച്ചിട്ടുണ്ട്, അതായത് ശരിയായ ജോഡി ഏത്? മാർച്ച് 2 ലോക തണ്ണീർത്തട ദിനം എന്ന് പറഞ്ഞിട്ടുണ്ട്. മാർച്ച് 2 ഏതാ? ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ഫെബ്രുവരി 2 അല്ലേ? ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം. ഫെബ്രുവരി 2. മാർച്ച് 21 എന്താണ്? വനദിനം. ലോക വനദിനമാണ്. ലോക വനദിനമാണ്. മാർച്ച് 22 ലോക ജലദിനമാണ്. മാർച്ച് 22 ലോക ജലദിനം. മാർച്ച് 23 ലോക കാലാവസ്ഥാ ദിനമാണ്. അപ്പൊ അങ്ങനെ വരുമ്പം ഏറ്റവും പ്രധാനപ്പെട്ട മാർച്ച് 22 ലോക ജലദിനം, മാർച്ച് 23 ലോക കാലാവസ്ഥാ ദിനം. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനമായി തിരഞ്ഞെടുത്തതിന്റെ കാരണം? ഇതിനകത്ത് ചോദിച്ചിരിക്കുന്ന ഓപ്ഷൻസ് ഇങ്ങനെയാണ്: CV രാമന്റെ ജന്മദിനം, ഐസക് ന്യൂട്ടന്റെ ജന്മദിനം, DNA കണ്ടുപിടുത്തത്തിന്റെ ഓർമ്മയ്ക്ക്, രാമൻ പ്രഭാവം പ്രഖ്യാപിക്കപ്പെട്ട ദിനം. ക്വസ്റ്റ്യൻ ഇവിടെ 2 ആൻസർ ആയിട്ട്. ഫെബ്രുവരി 28 എന്ന് പറയുന്ന ദേശീയ ശാസ്ത്ര ദിനമാണ്. അന്നാണ് രാമൻ പ്രഭാവം പ്രഖ്യാപിക്കപ്പെട്ടത്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ജൂൺ 5 പരിസ്ഥിതി ദിനം. നിങ്ങൾക്കറിയാം ജൂൺ 5 പരിസ്ഥിതി ദിനം. ജൂലൈ 21 ചാന്ദ്രദിനം, ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളതാ പറയുന്നത്. ജൂലൈ 21 ചാന്ദ്രദിനം. ഓഗസ്റ്റ് 6 ഹിരോഷിമ ദിനം. ഓഗസ്റ്റ് 6 ഹിരോഷിമ ദിനം. ഒരു പരിസര ദിനം എന്നായിരുന്നു ടീച്ചർ? പരിസര ദിനം ഒക്ടോബർ 7. പരിസര ദിനം ഒക്ടോബർ 7. പരിസ്ഥിതി ദിനം ജൂൺ 5. ഓക്കെ. പിന്നെ സെപ്റ്റംബർ 16 ഓസോൺ ദിനം. സെപ്റ്റംബർ 16 ഓസോൺ ഡേ. സെപ്റ്റംബർ 16 ഓസോൺ ഡേ. ഒക്ടോബർ 1 ദേശീയ രക്തദാന ദിനം. ഒക്ടോബർ 7 പരിസര ദിനം. ഒക്ടോബർ 14 ലോക ഭക്ഷ്യദിനം. നവംബർ 7 CV രാമന്റെ ജന്മദിനമാണ്. നവംബർ 7 CV രാമന്റെ ജന്മദിനം. പക്ഷിദിനം നവംബർ 12 ടീച്ചറെ. പക്ഷിദിനം നവംബർ 12. ഒക്ടോബർ 1 ഏതായിരുന്നു? ഒക്ടോബർ 1 ദേശീയ രക്തദാന ദിനം. പിന്നെ ഡിസംബർ 1 നിങ്ങൾക്കറിയാം, ഈ നവംബർ 12 ദേശീയ പക്ഷിദിനമാണ്. അന്ന് സലീം അലിയുടെ ജന്മദിനമാണ്. പിന്നെ ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനം. എയ്ഡ്സിന്റെ ബോധവൽക്കരണത്തിനായി ഓടിയ ട്രെയിൻ ഏതാ? റെഡ് റിബൺ എക്സ്പ്രസ്. ഡിസംബർ 5 ലോക മണ്ണ് ദിനം. ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനം. മാർച്ച് 22 ലോക ജലദിനം. മാർച്ച് 23 ലോക കാലാവസ്ഥാ ദിനം. ഏപ്രിൽ 22 ലോക ഭൗമദിനം. ഏപ്രിൽ 22 ലോക ഭൗമദിനം. മിസ് സലീം അലിയുടെ ബർത്ത്ഡേ എന്നായിരുന്നു? നവംബർ 12. നവംബർ 12 അന്നാണ് ദേശീയ പക്ഷി ദിനം ടീച്ചറെ. പിന്നെ വീണ്ടും ഇതേപോലെ ഇയറുകൾ ചോദിച്ചിട്ടുണ്ട്. 2020 എന്ന വർഷം. കേട്ടില്ല ടീച്ചർ, ഒരാൾ പറയൂ. ഒക്ടോബർ 7 എന്ന് പറയൂ ടീച്ചറെ. ഒക്ടോബർ 7 പരിസര ദിനം. ഒക്ടോബർ അതെ, ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനം. അല്ല മിസ്, ഒക്ടോബർ 7 പരിസര ദിനമല്ല, നവംബർ 7 CV രാമന്റെ ജന്മദിനമല്ലേ? ഒക്ടോബർ 7 പരിസര ദിനം. ഒക്ടോബർ പരിസ്ഥിതി ദിനം അല്ല ടീച്ചറെ, പരിസര ദിനം. നവംബർ 7 നവംബർ 7 CV രാമൻ ജന്മദിനം. CV രാമൻ ജന്മദിനം. ഓക്കെ. ഫെബ്രുവരി 2 ആണ് ലോക തണ്ണീർത്തട ദിനം അല്ലെങ്കിൽ വാട്ടർഷെഡ് ഡേ. ഫെബ്രുവരി 2. ഊർജ സംരക്ഷണ ദിനം. ദേശീയ ഊർജ സംരക്ഷണ ദിനം. ദേശീയ ഊർജ സംരക്ഷണ ദിനത്തിന് എഴുതി വെച്ചിട്ടുണ്ട്. എത്രയാണ്? 14 അല്ലേ? ഏതാ 16 ഡിസംബർ 14. അതെ അതെ, നാഷണൽ എനർജി കൺസർവേഷൻ ഡേ ആണ് ഡിസംബർ 14. നാഷണൽ എനർജി കൺസർവേഷൻ ഒരുപാട് ഡേയ്സ് ഉണ്ട്, ഒത്തിരി ഡേയ്സ് ഉണ്ട് ഇതിനകത്തിൽ പറഞ്ഞ, പക്ഷെ അത് ഇന്നൊന്നും തീരത്തില്ല. പിന്നെ നാഷണൽ പൊല്യൂഷൻ കൺട്രോൾ ഡേ ആണ് ഡിസംബർ 2.
ജലദിനവും വനദിനവും 20, 21, 22 എന്തോന്ന് പറഞ്ഞു? ലോക ജലദിനം എന്ന് പറയുന്നത് മാർച്ച് 22. വനദിനം 20. ലോക ജലദിനം മാർച്ച് 22. ടീച്ചറെ ഭക്ഷ്യദിനം. ഭക്ഷ്യദിനം എന്ന് പറയുന്നത് ഒക്ടോബർ 16. ടീച്ചറെ ഞാൻ ഇതിവിടെ നിർത്തുകയാണ്. അപ്പൊ നിങ്ങൾ ഡേയ്സ് എല്ലാം വളരെ നന്നായിട്ട് നോക്കിക്കൊണ്ടാണ്. ഡേയ്സ് മാത്രമല്ല, ഐക്യരാഷ്ട്രസഭ ഓരോ വർഷങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 2020 എന്ന വർഷം ഐക്യരാഷ്ട്ര ജനറൽ അസംബ്ലി എന്തായിട്ടാ പ്രഖ്യാപിച്ചത്? സസ്യാരോഗ്യ വർഷം. അന്താരാഷ്ട്ര സസ്യ ആരോഗ്യ വർഷം. അന്താരാഷ്ട്ര സസ്യ ആരോഗ്യ വർഷം. അങ്ങനെ ഓരോ വർഷങ്ങളും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കുറെ വർഷങ്ങൾ ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അവര്. അത് ഒന്ന് നോക്കിക്കോണം നിങ്ങളത്. അതായത് 21 എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഇയർ ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണ്. 21. 2023 ഏതാണ്? ചെറുധാന്യങ്ങളുടെ വർഷമാണ്. ചെറുധാന്യങ്ങളുടെ വർഷമാണ് 23. അത് വേണമെങ്കിൽ ഒന്ന് ഓർത്തു വെച്ചോളൂ. ചെറുധാന്യങ്ങളുടെ വർഷം 2023. 22 ഇന്റർനാഷണൽ ഇയർ ഓഫ് ആർട്ടിസാൻ ഫിഷറീസ് ആൻഡ് എക്വാകൾച്ചർ. ഇന്റർനാഷണൽ ഇയർ ഓഫ് ആർട്ടിസാൻസ് ഫിഷറീസ് ആൻഡ് എക്വാകൾച്ചർ. മിസ് 2018 ഇല്ലല്ലോ. ഇല്ലില്ല, 2018 ഒരു സ്പെസിഫിക് ഇതുമായിട്ടും 2018 അനൗൺസ് ചെയ്തിട്ടില്ല. 2022 ഇന്റർനാഷണൽ ഇയർ ഓഫ് ആർട്ടിസാൻസ് ഫിഷറീസ് ആൻഡ് എക്വാകൾച്ചർ. 21 ഇന്റർനാഷണൽ ഇയർ ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. ഇന്റർനാഷണൽ ഇയർ ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. ലോക എയ്ഡ്സ് ദിനത്തിന്റെ ബോധവൽക്കരണത്തിന് പോയ ട്രെയിനിന്റെ പേരെന്താണ്? റെഡ് റിബൺ എക്സ്പ്രസ്. റെഡ് റിബൺ എക്സ്പ്രസ്. ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് അതെ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇങ്ങനെ വരുന്ന ഈ ഡേയ്സ് എല്ലാം ഒന്ന് നോക്കിക്കൊണ്ട് വേണേ പോവാനായിട്ട് കേട്ടോ. ഇനി അടുത്തൊരു പോർഷൻ ലോഹസങ്കരങ്ങളാണ്. ലോഹസങ്കരങ്ങൾ പല പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുണ്ട്. ലോഹസങ്കരങ്ങൾ. കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം അൽനിക്കോ ആണ്. കാന്തം അൽനിക്കോ. അതിന്റെ മൂലകങ്ങൾ എന്ന് പറയുന്നത് അത് പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇരുമ്പ്, നിക്കൽ, അലുമിനിയം, കൊബാൾട്ട്. ഇരുമ്പ്, നിക്കൽ, അലുമിനിയം, കൊബാൾട്ട്. ഇരുമ്പ്, നിക്കൽ, അലുമിനിയം, കൊബാൾട്ട്. എഴുതിയോ? അടുത്തത് ബ്രാസ്. ബ്രാസ് എന്തുവാ ബ്രാസ് എന്ന് പറയുന്നത്? മലയാളത്തിൽ പറഞ്ഞ പിച്ചളയാണ്. പിച്ചള. ബ്രാസ് എന്ന് പറയുന്ന പിച്ചളയാണ്. അത് ചെമ്പും സിങ്കുമാണ്. ചെമ്പ്, സിങ്ക് അല്ലെങ്കിൽ കോപ്പർ സിങ്ക് എന്ന് പറയുമേ. കോപ്പർ സിങ്ക്. അതൊന്ന് എഴുതിക്കോണേ. പിന്നെ ഓട് എന്നൊരാൾ പറഞ്ഞില്ലേ, അത് വെങ്കലമാണ് അല്ലെങ്കിൽ ബ്രോൺസ് ആണ്. ഓട് കേട്ടോ, ഓട്. വെങ്കലം അല്ലെങ്കിൽ ബ്രോൺസ്. വെങ്കലം അല്ലെങ്കിൽ ബ്രോൺസ്. അത് ചെമ്പും ലെഡുമാണ്. ചെമ്പും ലെഡും. Cu+Pb. ചിലപ്പോ അങ്ങനെയായിരിക്കും നിങ്ങളോട് ചോദിക്കുന്നത് കേട്ടോ. Cu+Pb. ചെമ്പ്, ലെഡ് ആണ് ബ്രോൺസ്. അൽനിക്കോ എഴുതി. പിന്നെ ഉരുക്ക് അല്ലെങ്കിൽ സ്റ്റീൽ. ഉരുക്ക്, സ്റ്റീൽ. ഇരുമ്പും കാർബണുമാണ്. ഇരുമ്പും കാർബണും ചേർന്ന കൂട്ടുലോഹമാണ് ഉരുക്ക്. ഇരുമ്പും കാർബണും. പിന്നെ ചോദിച്ചിട്ടുണ്ട് ഗൺമെറ്റൽ. അതിനകത്ത് ഇതിൽ ചോദിച്ചിരിക്കുന്ന CuSnZn, CuFeZn അങ്ങനെയാ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഗൺമെറ്റല് കോപ്പർ, ടിന്ന്, സിങ്ക്. കോപ്പർ, ടിന്ന്, സിങ്ക്. CuSnZn. സ്റ്റാനം എന്നാണ് സിങ്കിന്റെ ലാറ്റിൻ വേർഡ്. സ്റ്റാനം. അതുകൊണ്ടാണ് SN വന്നത്. അടുത്തത് കാസ്റ്റ് അയൺ. ഇതും പരീക്ഷയ്ക്ക് ചോദിച്ചാണ്. കാസ്റ്റ് അയൺ എന്ന ലോഹസങ്കരം ഏതൊക്കെ മൂലകങ്ങൾ ചേർന്നതാണ്? പറയാമോ ആരേലും ഒരാള്? കാസ്റ്റ് അയൺ. അയണും കാർബണും. അയണും കാർബണും സിലിക്കണും ടീച്ചറെ. അയണും കാർബണും സിലിക്കണും. ടീച്ചറെ ഇതിനു മുന്നേ പറഞ്ഞ CuSuZn ആണോ? CuSu അല്ല ടീച്ചറെ, SN. Cu അതെന്താണ്? ഗൺമെറ്റൽ ആണ്. ഗൺമെറ്റൽ. Cu
SnZn, കോപ്പർ, ടിന്ന്, സിങ്ക്. ടീച്ചറെ ബ്രോൺസിന്റെ ഒന്ന് പറഞ്ഞേ. ബ്രോൺസ്, ചെമ്പ്, ലെഡ് ടീച്ചറെ, ചെമ്പ്, ലെഡ്. Cu പ്ലസ് PB. Cuവും PBയും. PB ആണ് ലെഡ്. ഓക്കെ. കാസ്റ്റൈൻ്റെ അയൺ, കാർബൺ, സിലിക്കൺ. അയൺ, കാർബൺ, സിലിക്കൺ. ഇത് പരീക്ഷയ്ക്ക് 4-5 ക്വസ്റ്റിനകത്ത് കണ്ടിട്ടുള്ളത് എഴുതി വെച്ചിരിക്കുന്നതാണ്. ഓക്കെ. ഇനി അടുത്തത് കണ്ണുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. കണ്ണ് ഞാനൊരു 2-3 ക്വസ്റ്റ്യൻസ് എഴുതി വെച്ചിട്ടുണ്ട്. 4 എണ്ണം എഴുതിയിട്ടുണ്ട്. കണ്ണിന്റെ ലെൻസ് അതാര്യമാകുന്നത് മൂലം കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥ? നിശാന്തത. നിശാന്തത എന്ന് പറയുന്നത് വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി ഡിസീസ് ആണ് നിശാന്തത. കേട്ടോ? കണ്ണിന്റെ ലെൻസ് അതാര്യമാകുന്നത് മൂലം കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് തിമിരം. അത് വേറൊരു പരീക്ഷയ്ക്ക് വേറൊരു രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. തിമിരത്തിന് കാരണം സുതാര്യമായ ലെൻസ് അതാര്യമായി തീരുന്നു, റെറ്റിനയിലെ അണുബാധ എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഏതാണ്? സുതാര്യമായ ലെൻസ് അതാര്യമായി തീരുന്ന അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത്? തിമിരം. പിന്നെ കണ്ണിലെ ദൃഢപടലത്തിന്റെ സുതാര്യമായ മുൻഭാഗം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഒന്നുകൂടെ പറയോ? ഏതാ ടീച്ചറെ? കണ്ണിലെ ദൃഢപടലത്തിന്റെ സുതാര്യമായ മുൻഭാഗം കോർണിയ എന്നറിയപ്പെടുന്നു. കോർണിയ. പിന്നെ അടുത്തതൊന്ന് ചോദിച്ചിരുന്നതാണ് കെരാറ്റോപ്ലാസ്റ്റി ഏത് അവയവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് അവയവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അതെ അതെ, കണ്ണാണ്. ഓക്കെ. പിന്നെ പറഞ്ഞു എന്താ പറയുക, ദൃഢപടലത്തിന്റെ സുതാര്യമായ മുൻഭാഗമാണ് കോർണിയ. പിന്നെ നേത്രദാനത്തിന് ഉപയോഗിക്കുന്ന കണ്ണിന്റെ ഭാഗം ഏതാ? കോർണിയയാണ്. നേത്രദാനത്തിന് ഉപയോഗിക്കുന്ന കണ്ണിന്റെ ഭാഗം കോർണിയയാണ്. കണ്ണിലെ കലകൾക്ക് ഓക്സിജൻ, പോഷണം എന്നിവ നൽകുന്നത് രക്തപടലമാണ്. കണ്ണിലെ കലകൾക്ക് ഓക്സിജൻ, പോഷണം എന്നിവ നൽകുന്നത് രക്തപടലമാണ്. അപ്പം പിന്നെ ഒന്നും കൂടി ഇത് എഴുതിക്കോളും. വസ്തുക്കളുടെ പ്രതിബിംബം രൂപപ്പെടുന്ന പാളി ഏതാ? കണ്ണിലെ റെറ്റിനയാണ്. അല്ലെങ്കിൽ ദൃഷ്ടിപടലം എന്ന് പറയുന്നതാണ് റെറ്റിന. വസ്തുക്കളുടെ പ്രതിബിംബം രൂപപ്പെടുന്ന പാളി റെറ്റിന. വസ്തുക്കളുടെ പ്രതിബിംബം രൂപപ്പെടുന്ന പാളി റെറ്റിന. ഈ ഇതിനകത്തില് വസ്തുക്കളെ കറുപ്പും വെളുപ്പുമായി കാണാനും മങ്ങിയ വെളിച്ചത്തിൽ കാണാനും സഹായിക്കുന്ന കോശങ്ങളാണ് റോഡ് കോശങ്ങൾ. അതൊന്ന് മെൻഷൻ ചെയ്തോളൂ. വസ്തുക്കളെ കറുപ്പും വെളുപ്പുമായി കാണാനും മങ്ങിയ വെളിച്ചത്തിൽ കാണാനും റോഡ് കോശങ്ങള്. നിറങ്ങൾ കാണാനും തീവ്രപ്രകാശത്തിൽ കാണാനും കോൺ കോശങ്ങള്. എഴുതിയോ? നിറങ്ങൾ കാണാനും തീവ്രപ്രകാശത്തിൽ കാണാനും കോൺ കോശങ്ങൾ. മൂങ്ങയ്ക്ക് പകൽ കണ്ണ് കാണാത്തത് എന്തുകൊണ്ടാണ്? കോൺ കോശങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ്. കോൺ കോശങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ. നിറങ്ങൾ കാണാനും തീവ്രപ്രകാശത്തിൽ കാണാനും സഹായിക്കുന്നത് കോൺ കോശങ്ങൾ. മൂങ്ങയുടെ കണ്ണിൽ കോൺ കോശങ്ങളുടെ അപര്യാപ്തതയുണ്ട്. ഒന്നുകൂടി പറയും മിസ്സേ. എന്തോ? കറുപ്പ് വെളുപ്പ് എന്താ ടീച്ചറെ? കറുപ്പ് വെളുപ്പ് മങ്ങിയ കറുത്ത നിറവും വെളുത്ത നിറവും തിരിച്ചറിയാനും മങ്ങിയ വെളിച്ചത്തിൽ കാണാനും സഹായിക്കുന്നത് റോഡ് കോശങ്ങളാണ് ടീച്ചറെ. നിറങ്ങൾ കാണാനും തീവ്രപ്രകാശത്തിൽ കാണാനും സഹായിക്കുന്നത് കോൺ കോശങ്ങളാണ്. ഇനിയും കണ്ണിന്റെ ചില രോഗങ്ങളുണ്ട്. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചശക്തി കുറയുന്ന രോഗമാണ് നിശാന്തത. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചശക്തി കുറയുന്ന രോഗമാണ് നിശാന്തത. അതും വൈറ്റമിൻ എന്താ പറയുന്നത് എയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് ടീച്ചറെ സിറോഫ് താൽമിയ എന്ന് പറയുന്നത്. കാഴ്ചശക്തി നഷ്ടപ്പെടുന്നു. മങ്ങിയ നിശാന്തത.
പിന്നെ തിമിരം നിങ്ങൾ എഴുതിയതാണ്. അടുത്തതാണ് നേത്രഗോളത്തിലെ മർദ്ദവർദ്ധനവ് മൂലം ഉണ്ടാകുന്ന രോഗം. നേത്രഗോളത്തിലെ മർദ്ദവർദ്ധന ഗ്ലോക്കോമ. നേത്രഗോളത്തിലെ മർദ്ദവർദ്ധന മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഗ്ലോക്കോമ. അതിന്റെ പ്രത്യേകത ദീപങ്ങൾക്ക് ചുറ്റും വലയങ്ങൾ ഉള്ളതായി തോന്നുമേ. ദീപങ്ങൾക്ക് ചുറ്റും വലയങ്ങൾ ഉള്ളതായി തോന്നും. പിന്നെ നേത്രഗോളത്തിലെ മർദ്ദവർദ്ധന മൂലമുണ്ടാകുന്ന രോഗമാണ് ഗ്ലോക്കോമ. ഈ ഗ്ലോക്കോമ നിശബ്ദനായ കാഴ്ചശക്തി അപഹാരി എന്നറിയപ്പെടുമേ. നിശബ്ദനായ കാഴ്ചശക്തി അപഹാരി ഗ്ലോക്കോമ. നിശബ്ദനായ കാഴ്ചശക്തി അപഹാരി ഗ്ലോക്കോമ. അപ്പം ഈ കണ്ണിലെ രോഗങ്ങളും അത് വളരെ കാര്യമായിട്ടൊന്ന് നോക്കിക്കൊണ്ട് പൊയ്ക്കോണം. അതിനകത്തിൽ ഉപയോഗിക്കുന്ന ലെൻസസും മറ്റേ ടീച്ചർ പറഞ്ഞു തരും കേട്ടോ. പിന്നെ ഒരെണ്ണം ഇത് എഴുതിക്കേ. കോർണിയയുടെയോ നേത്ര ലെൻസിന്റെയോ വക്രതയിൽ ഉണ്ടാകുന്ന ന്യൂനത. കോർണിയയുടെയോ നേത്ര ലെൻസിന്റെയോ വക്രതയിൽ ഉണ്ടാകുന്ന ന്യൂനതയാണ് ആസ്റ്റിഗ്മാറ്റിസം. ആസ്റ്റിഗ്മാറ്റിസം അസ്റ്റിഗ്മാറ്റിസം അല്ലെങ്കിൽ വിഷമദൃഷ്ടി. അത് പരിഹരിക്കാൻ സിലിണ്ടറിക്കൽ ലെൻസ് ആണ് ഉപയോഗിക്കുന്നത്. അത് പരിഹരിക്കാൻ സിലിണ്ടറിക്കൽ ലെൻസ് ആണ് ഉപയോഗിക്കുന്നത്. ടീച്ചറെ ഈ സെറിബ്രം സെറിബെല്ലോ ഒന്ന് പറഞ്ഞു തരുമോ? സെറിബ്രം സെറിബെല്ലം തലയുടെ ഭാഗങ്ങളല്ലേ ടീച്ചറെ? തലച്ചോറിന്റെ ഭാഗങ്ങൾ. അത് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. അതും ഞാനിപ്പോ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടില്ല. പറ്റി ഒന്നുകൂടെ ഒന്ന് പറയുവോ? കോർണിയയുടെയോ നേത്ര ലെൻസിന്റെയോ വക്രതയിൽ ഉണ്ടാകുന്ന ന്യൂനത. ടീച്ചറെ ഞാൻ അതും സാറിന് എഴുതി അയച്ചു കൊടുത്തേക്കാം കേട്ടോ, ബ്രെയിൻ്റെത്. പിന്നെ നോക്കിക്കേ, കേട് വന്ന കോർണിയ മാറ്റി തൽസ്ഥാനത്ത് പ്രവർത്തനക്ഷമമായ കോർണിയ വെച്ച് പിടിപ്പിക്കുന്നതാണ് കെരാറ്റോപ്ലാസ്റ്റി. കോർണിയ മാറ്റി ലെൻസ് ഏതാണെന്ന് പറയോ? സിലിണ്ടറിക്കൽ ലെൻസ്. ടീച്ചർ എനിക്ക് 3 മിനിറ്റും കൂടെ ഉള്ളൂ. ഞാൻ അപ്പോഴത്തേന് ഞാൻ ഈ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഭാഗം ഒന്ന് പറഞ്ഞോട്ടെ. അടുത്ത ഒരെണ്ണമാണ് ചരങ്ങളെ നിയന്ത്രിക്കൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പലപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ചരങ്ങളെ നിയന്ത്രിക്കൽ, വേരിയബിൾസിനെ നോക്കിക്കേ. പ്രകാശ സംശ്ലേഷണത്തിന് സൂര്യപ്രകാശം ആവശ്യമുണ്ട് എന്ന് തെളിയിക്കുന്നതിനുള്ള പരീക്ഷണത്തെ സ്വാധീനിക്കാത്ത ചരമേത്? പ്രകാശ സംശ്ലേഷണത്തിന് സൂര്യപ്രകാശം ആവശ്യമുണ്ട് എന്ന് തെളിയിക്കുന്ന പരീക്ഷണത്തെ സ്വാധീനിക്കാത്ത ചരം. ഓക്സിജൻ, ജലം, കാർബൺ ഡൈ ഓക്സൈഡ്, ഹരിതകം. ഓക്സിജൻ ഒരു കാരണവശാലും പ്രകാശ സംശ്ലേഷണത്തെ സ്വാധീനിക്കില്ല. അടുത്തത് സൂര്യപ്രകാശം, ജലം, വളങ്ങൾ, മണ്ണിന്റെ ഗുണം എന്നിവ സസ്യത്തിന്റെ വളർച്ചയെ നിയന്ത്രിക്കുന്ന ഘടകങ്ങളാണ്. സസ്യങ്ങളുടെ വളർച്ചയിൽ ജലത്തിന്റെ സ്വാധീനം എന്ന പഠനത്തിൽ ഏതൊക്കെ ഘടകങ്ങളാണ് നിയന്ത്രിക്കുന്നത്? സൂര്യപ്രകാശം, ജലം, വളങ്ങൾ, മണ്ണിന്റെ ഗുണം. ഇത് 4. അതിനകത്തിൽ ജലത്തിന്റെ സ്വാധീനത്തെ പറ്റിയാണ് ഞാൻ പരീക്ഷ നടത്താൻ പോകുന്നത്. അപ്പം ജലം, അതിനകത്തില് നിയന്ത്രിത ചരങ്ങൾ ഏതൊക്കെയാണ്? ജലം ഒഴിച്ചിട്ടുള്ള ഇവിടെ ജലം നമ്മൾ ഏതിനെ വെച്ച്, ഇപ്പം ജലമാണെങ്കിൽ ജലം, അല്ലെങ്കിൽ സൂര്യപ്രകാശമാണെങ്കിൽ സൂര്യപ്രകാശം, അല്ലെങ്കിൽ പിന്നെ ഹരിതകമാണെങ്കിൽ ഹരിതകം. അപ്പൊ അത് ഏതാണോ അതാണ് പരീക്ഷണചരം. ഇപ്പൊ ഇവിടെ ജലമാണ് പരീക്ഷണചരം. നമ്മൾ ഏതാണോ പരീക്ഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് അത് പരീക്ഷണചരവും ബാക്കിയെല്ലാം നിയന്ത്രിത ചരങ്ങളുമാണ് കേട്ടോ. അപ്പൊ ഇതിനകത്ത് ജലമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സസ്യവളങ്ങളുടെ വളർച്ചയിൽ ജലത്തിന്റെ സ്വാധീനമാണ് എനിക്ക് അറിയേണ്ടത്. അതുകൊണ്ട് സൂര്യപ്രകാശവും ജലവും വളങ്ങളും മണ്ണിന്റെ ഗുണങ്ങളും എല്ലാം എന്താണ്? നിയന്ത്രിത ചരങ്ങളാണ്. മിസ്സേ, നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത ചരങ്ങളല്ലേ നിയന്ത്രിത ചരങ്ങൾ എന്ന് പറയുന്നത്? നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തതല്ല ടീച്ചറെ. നമ്മൾ ഒരു പരീക്ഷണം നടത്തുമ്പോൾ ഇപ്പൊ ഞാൻ പ്രകാശ സംശ്ലേഷണത്തിന് സൂര്യപ്രകാശം ആവശ്യമാണ് എന്ന പരീക്ഷണമാണ് ഞാൻ നടത്തുന്നത്. അപ്പൊ സൂര്യപ്രകാശം പരീക്ഷണ ചരവും ബാക്കിയെല്ലാം നിയന്ത്രിത ചരവുമാണ്. നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത ചരം അല്ല. പിന്നെ നിങ്ങൾ നോക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഭക്ഷ്യശൃംഖല. അറിയാമല്ലോ അത്, ഫുഡ് ചെയിൻ. ഒരു ഭക്ഷ്യശൃംഖലയിൽ മനുഷ്യൻ ആരാണ്? ഉൽപാദകരാണോ, പ്രാഥമിക ഉപഭോക്താവാണോ, ദ്വിതീയ ഉപഭോക്താവാണോ? പ്രാഥമിക ഉപഭോക്താവും ദ്വിതീയ ഉപഭോക്താവുമാണ്.
പിന്നെ നിങ്ങൾ പക്ഷികൾ എന്ന് പറയുന്ന ഭാഗം പ്രധാനമായിട്ട് നോക്കിക്കോണം. അപ്പം എന്റെ സമയം ഇവിടെ കഴിഞ്ഞു. മനുഷ്യർ ഏതാ വരുന്ന ദ്വിതീയല്ലേ? ടീച്ചർ രണ്ടും ഉണ്ട് ടീച്ചറെ. പ്രാഥമിക ഉപഭോക്താവും ദ്വിതീയ ഉപഭോക്താവും. സസ്യങ്ങൾക്ക് നമ്മൾ ഭക്ഷണത്തിനായി സസ്യങ്ങളെ നേരിട്ട് ആശ്രയിക്കുന്നുണ്ട്. അതുപോലെ മൃഗങ്ങളെയും നമ്മൾ പ്രാഥമിക ഉപഭോക്താവിനെയും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് മനുഷ്യൻ പ്രാഥമിക ഉപഭോക്താവും ദ്വിതീയ ഉപഭോക്താവുമാണ് അറ്റ് എ ടൈം. ഉപഭോക്താവ് വിഘാടകര് അങ്ങനെയൊക്കെ. അതെ അതെ ടീച്ചർ. അതിനകത്ത് ഒന്നാമത് വരുന്നത് ഉൽപാദകര്, സസ്യങ്ങളാണ്. രണ്ട് പ്രാഥമിക ഉപഭോക്താക്കൾ എന്ന് പറയുന്നത് സസ്യഭോജികള്. പക്ഷികളെ കുറിച്ചുള്ള പഠനം ഓർണിത്തോളജി അല്ലേ? അതെ അതെ. പക്ഷിക്കൂടുകളെ കുറിച്ച് കാലിയോളജി. പഠിച്ചതിന് സന്ദേശം വരില്ലേ? പിന്നെ നോക്കിക്കേ, ഒരു കുരുവിയുടെ പതനം എന്ന് പറയുന്നത് സലീം അലിയുടെ ഓക്കെ, ഞാൻ ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. എന്റെ സമയം തീർന്നു. എല്ലാവരും നന്നായി സമാധാനത്തോടെ പരീക്ഷ എഴുതുക. താങ്ക് യു മിസ്. താങ്ക് യു മാം.